കാല് കാലിലേക്ക് ഇങ്ങനെ ഉരസും. ആരും കാണാറില്ല. ഈ മറ്റേ കോഴി ആയതുകൊണ്ട് കോഴിനെ അറുക്കുന്നതോടുകൂടെ ജഹന്നമിലേക്ക് താഴ്ത്താണ് കോഴിനെ. എത്ര വലിയ തിന്മയാണ് മനുഷ്യന്മാര്. ഈ കോഴിക്കൊരു മരിക്കാനും സുഖം കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തുടങ്ങിയതാണ്. കോഴിയെ ഇല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ, അതൊക്കെ വലിയ തിന്മയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ജീവിക്ക് മരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായി കൊടുക്കുക. ഒരു കോഴിയെ അറുത്തിട്ട് അതിനേക്കാൾ വലിയ ജഹന്നമിലേക്ക് ഒറ്റയിട. ചിലര് ധൃതിയാണെങ്കിൽ, ഫാസ്റ്റിന്റെ കാലാണല്ലോ, ധൃതിയാണെങ്കിൽ ജീവൻ പോണതിന് മുമ്പ് തന്നെ പെട്ടെന്ന്. അതൊക്കെ ചിന്തിച്ചോ. ജീവൻ അള്ളാഹുവിന് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ആരെങ്കിലും കുതിര വിട്ടാൽ അള്ളാഹു അവനെ പരലോകത്തെ പ്രകാരം ശിക്ഷിക്കും. അവന്റെ മരണവും അപ്രകാരമാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പേടിച്ചോളൂ. ഈ ജീവികളെയൊക്കെ വളരെ പേടിച്ചോളൂ. ഏതൊരു ജീവിയെയും അറക്കാൻ കൊണ്ടുപോകുന്ന ജീവിയെ കത്തി കാണിച്ച് പേടിപ്പിക്കരുത് എന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കത്തി വരെ കാണിക്കാൻ പാടില്ല, കത്തി കാണിക്കാൻ പാടില്ല. അതിനോട് വളരെ മാർദ്ദമായി പെരുമാറണം എന്ന് പുണ്യ നബി. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഇന്ന മഫാസിലഹു ലയുസല്ലിമു ബഅലുഹാ അലാ ബഅലിൻ. ഒരു അവയവങ്ങളും ഇങ്ങനെ സലാം പറഞ്ഞു പോകും. തുഫാരിഖുനി വഅന ഉഫാരിഖുക ഇലാ യൗമിൽ ഖിയാമ. ആത്മാവും ശരീരവും തമ്മിൽ ഇങ്ങനെ സലാം പറഞ്ഞു പോകും. ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ലമ്മാ സ്വാറത്ത് റൂഹുഹു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ബഹുമാനപ്പെട്ടവരുടെ റൂഹ് എത്തിയപ്പോൾ ഖാല ലഹു റബ്ബുഹു, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിച്ചു, കൈഫ വജത്തൽ മൗത, എങ്ങനെ മൂസ നബിയെ മരണം എങ്ങനെ ഉണ്ടായിരുന്നു? ഖാല, മൂസ നബി പറഞ്ഞു, വജത്തു നഫ്സി കശാത്തിൻ തസ്ലഹു ബിയദിൻ വഹിയ ഹയ്യാ. ജീവനോട് കൂടെ ഒരു ആടിനെ തോല് പൊളിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ വളരെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു മരണമെന്ന് ചോദിച്ചു മൂസ നബിയോട് അല്ലാഹു തആല. അപ്പോൾ പറഞ്ഞു സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഒരാടിനെ ജീവനോട് കൂടെ തോല് ഒളിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു. ഒരു റിവായത്തിൽ കാണുന്നത് കൽഅസ്ഫൂരി ഹീന യുഖ്ലാ അലൽ മുഖ്ലാ ലാ യമൂതു ഫയസ്തരീഹു വലാ യൻജു ഫയതീർ. എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു കിളിയെ എടുത്തിട്ട് ജീവനോടെ ഒരു ചട്ടിയിലിട്ട് വറുത്തത് പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു സയ്യിദ്നാ മൂസ. അപ്പൊ നാം ചിന്തിക്കണം. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്തിരുന്നു. സദാസമയവും മുസ്തഫ നബിയുടെ ദുആ ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നക തഖുദു റൂഹ മിനൽ അസബി വൽ അനാമിൽ അല്ലാഹുമ്മ ഫഅന്നി അലൽ മൗതി വഹവ്വിൻഹു അലയ്യാ. അല്ലാഹുവേ, നീ ഞരമ്പുകളിൽ നിന്നും എന്റെ വിരൽ കൊടികളിൽ നിന്ന് വരെ റൂഹിനെ പിടിക്കുന്ന അല്ലാഹുവേ, ഫഅന്നി അലൽ മൗതി, മരണത്തിന്റെ മേൽ നീ എന്നെ സഹായിക്കണമേ. വഹവ്വിൻഹു അലയ്യ, മരണം എനിക്ക് നീ എളുപ്പമാക്കി തരണമേ എന്ന് ഖാല റസൂലുള്ളാഹി എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതാണ് വജാത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد. നീ ഇതുവരെ ഒളിച്ചും പാർത്തും നിന്നിരുന്ന സാധനമായ മരണമാണ് ഞാൻ എന്ന് പറയുകയും മലായികത്ത് അവനെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ബഹുമാനപ്പെട്ട ബലഗന അന്നഹു മാ മിൻ മയ്യിത്തിൻ യമൂതു ഹത്താ യതറാ ലഹു മലകാനിൽ കാതിബാൻ. ശ്രദ്ധിക്കുക, മരിക്കണ നേരമാണ്. ഇതുവരെ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മരിക്കണ നേരം മലക്കുകൾ രണ്ടും അവന്റെ ചുമലിരിക്കുന്ന മലക്കുകൾ അവന്റെലേക്ക് കാണിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ്. വളരെ ചിന്തിക്കണം. ഇമാം ഗസ്സാലി തങ്ങൾ തന്റെ യഹ്യയിൽ പറയുകയാണ്, ഒരു മനുഷ്യൻ മരിക്കുന്ന നേരത്ത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണേ, അങ്ങോട്ട് ശ്രദ്ധിക്കേ. ലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്.
ഏതൊരാളുടെയും ചുമലിൽ സദാസമയവും 2 മലക്കുണ്ട്. ഈ മലക്കിനെ അവരവർ മരിക്കുന്ന നേരത്തെ കാണും എന്നാണ്. ശ്രദ്ധിച്ചോളൂ, പ്രധാനപ്പെട്ട സംഭവമാണ്, പ്രധാനപ്പെട്ട വാക്കാണ് ഈ പറയുന്നത്. ഏതൊരാളുടെയും ചുമലിൽ 2 മലക്കുകൾ ഇരിക്കുന്നുണ്ട്. ആ മലക്കുകളെ മരിക്കുന്ന നേരത്ത് ഏതൊരു മയ്യത്തും കാണുമെന്നതാണ്. എല്ലാരും കാണും, അവനവന്റെ മയ്യത്തിനെ, അവനവന്റെ മലക്കിനെ കാണും. എന്നിട്ടോ ഫഖാലഹും, ഈ 2 മലക്കും അവനോട് പറയും, ഇൻകാന മുതിയ, അവനവന്റെ തടി ദോഷപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ. സിനിമകൾക്കും നാടകത്തിനും ഗാനമേളക്കും തടിയും കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ഇത് ശ്രദ്ധിക്കേണ്ട വാക്കാണ് കേട്ടോ, ഇത് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഇത് ശ്രദ്ധിച്ചോളൂ, ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. മലക്ക് അവനോട് സലാം പറഞ്ഞ് പിരിയ. ഖാലഹു, 2 മലക്ക് അവനോട് പറയും, അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ, ഇൻകാന മുതിയാൻ, അവൻ നല്ലോനാണെങ്കിൽ. ഒസാലിമാമ ഇത് യഹ്യയിൽ വ്യക്തമായി പറയേണ്ട രംഗം. എന്നിട്ടോ മലക്കുകൾ പറയും, ജസാകല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിനക്ക് നല്ല ഖൈർ പ്രതിഫലം നൽകട്ടെ, നല്ലോനാണ്. ഫറുബ്ബ മജ്ലിസി സിദ്ഖിൻ അജ്ലസ്തനാ വഅമലി സാലിഹിൻ അഹ്ലർതനാ, എത്ര നന്മയുടെ സദസ്സിലേക്കാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. പടച്ചോനെ, ഈ റമളാനിലെ ഈ പരിപാടി ഞങ്ങൾക്ക് അതിനൊരു കാരണമാക്കണമേ തമ്പുരാൻ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ, ബന്ധപ്പെട്ടവർ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ പ്രസ്ഥാന ബന്ധുക്കൾ, നേതാക്കൾ, റബ്ബേ എല്ലാവർക്കും ഈ ഭാഗ്യം നൽകണമേ തമ്പുരാനെ. ദീനിയായ സദസ്സ് സംഘടിപ്പിക്കുക, വയലുണ്ടാക്കുക, അതിനുവേണ്ടി പാഞ്ഞെടുക്കുക, ഉള്ള പോക്കറ്റിലെ പൈസയും കളയുക. അങ്ങനെ എത്ര ചെറുപ്പക്കാരുണ്ട്, നാടന്മാർ, ആലിമീങ്ങളല്ല, മുദരിസന്മാരല്ല, പാവപ്പെട്ട കുട്ടികൾ, അവരാണ് ഈ സമൂഹത്തിന്റെ ശക്തി. അല്ലാഹുവേ പടച്ചോനെ, അവർക്കും ഞങ്ങൾക്കൊക്കെ നീ നൽകണമേ തമ്പുരാനെ. കേട്ടോളൂ, കിട്ടൊന്നും തമാശയല്ല, അപ്പോഴാണ് ഇതിന്റെ ലാഭം കിട്ടുക. എന്തിനാ നാട്ടിലൊരു വയലുണ്ടാക്കിയത്, എന്തിനാണ് വയലുണ്ടാവുമ്പോ അങ്ങോട്ട് ചെന്നത്, ഇതിലൊക്കെ കാര്യമുണ്ട്. എന്തിനെ ഈ മലക്ക് വിട്ട് വരിയുമ്പോ പറയും, ജസാകല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിനക്ക് നല്ലത് പ്രതിഫലം തരട്ടെ. ഫറുബ്ബ മജ്ലിസി സിദ്ഖിൻ അജ്ലസ്തനാ, എത്ര സത്യത്തിന്റെ സദസ്സിലാണ് നീ ഞങ്ങളെ ഇരുത്തിയത്. പിന്നെയോ വഅമലി സ്വാലിഹിൻ അഹ്ലർതനാ, എത്ര സ്വാലിഹായ പരിപാടിയിലേക്കാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ, അല്ലാഹു നമുക്ക് തരട്ടെ. ഇനി വഇൻകാന ഫാജിറാ, അവൻ ക്ലബിന്റെ ആളും സിനിമന്റെ ആളും നാടകത്തിന്റെ പരിപാടി ഉണ്ടാക്കുന്നവനും നാട്ടിൽ വേണ്ടാത്തനുണ്ടാക്കുന്നവനും ഓണത്തിന് പുലികൾ ഉണ്ടാക്കാൻ കൂടുന്നവനും ഇങ്ങനെയൊക്കെയുള്ള ഹമാക്കത്തിന്റെ അയലുകാരനാണെങ്കിലോ, എങ്കിൽ കാലാലഹു മലക്ക്, ഒന്ന് മനസ്സിലാക്കിക്കോ, നോക്കിയിരിക്കണ്ട, ഒന്ന് മനസ്സിലാക്കിക്കോ, എന്താണ് പറഞ്ഞു, ഒന്ന് മനസ്സിലാക്കിക്കോ. സിനിമക്കും നാടകത്തിനും എന്തിനാ സിനിമന്റെ നാടകത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്? റിമോട്ട് കൺട്രോളും പിടിച്ചിട്ട് അവനാന്റെ വീട്ടിൽ സിനിമ കണ്ടിരിക്കുക. മനുഷ്യന്മാരെ ഇതിന്റെ ഒരു മാനം വെച്ച് നോക്കി. ഇന്നിപ്പോ നമ്മളോട് ഇന്നത്തെ മലബാറിലെ 90% ആളുകളോട് ഇങ്ങനെ മലക്ക് പറയോ? കാരണം 90% ഇന്നത്തെ ജനങ്ങൾ കാണുന്ന സിനിമന്റെ സദസ്സാണ്. കൊട്ടാരത്ത് പോണ്ട, സിനിമ കൊട്ടാരത്ത് പോണ്ട, അവന്റെ വീട് സിനിമ കൊട്ടാരമാണ്, സിനിമയുടെ കൊട്ടകമാണ്, അവന്റെ വീട്ടിലുള്ള സൗകര്യമാണ്, രാവിലെയും വൈകുന്നേരവും അത് കണ്ടിരിക്കുന്നവനാണ്. ഇത്തരം തമ്മാടി ചത്തുപോയാൽ തമ്മാടിയാണ് അവൻ. ചാവുന്ന നേരത്താണെങ്കിൽ അവർ പറയും, ലാ ജസാകല്ലാഹു അന്നാ ഖൈറാ, നമുക്ക് നിന്നെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയിരുന്നു, വീട്ടിൽ പിരിയ, ഒരിക്കലും നിനക്ക് ഖൈറുണ്ടാകാതിരിക്കട്ടെ എന്ന് പറയും. ആര് പറയും? മനുഷ്യ, നീ ചിന്തിക്കേ, നീയും ഞാനുമല്ല. ആരാണ് മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മുഖറബായ മലക്ക് ദ്വാരക്കും. സിനിമ കണ്ട് അങ്ങനെ ഇരുന്ന വീട്ടില് സിനിമ